ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു ദിവസം മുന്നേ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇതിനായി ഞാൻ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, ടൂട്ടി ഫ്രൂട്ടി ഒരു 3 കളറിലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ഡേറ്റ്സും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്കിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിന് പകരം ഗ്രേപ്പ് ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് ജ്യൂസിൽ സോക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ദിവസം മുഴുവൻ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അലിഞ്ഞു വരണം. അലിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായിട്ട് വരണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം, ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളച്ച് നന്നായി പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ സ്റ്റെപ്പ് ചെയ്യാൻ. ഇനി ഇതൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കാരമൽ സിറപ്പിൻ്റെ കളറാണ് നമ്മുടെ കേക്കിന് കളർ നൽകുന്നത്. ഇത് എത്രത്തോളം ഡാർക്കാണോ അത്രത്തോളം കേക്കിന് കളർ കിട്ടും. അപ്പോൾ ഞാനിവിടെ കേക്കിന് കുറച്ചുകൂടി ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി 3 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കര യോജിക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചൂടെല്ലാം മാറി റൂം ടെമ്പറേച്ചറിലോട്ടായതിനു ശേഷമേ കേക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 10 ഗ്രാമ്പു, 10 ഏലക്ക, ഒരു കഷ്ണം ജാതിക്ക, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു പീലർ ഉപയോഗിച്ച് ഓറഞ്ചിൻ്റെ തൊലി എടുക്കാം. തൊലി എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള പാർട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിലുള്ള വെളുത്ത ഭാഗം ഉപയോഗിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ 50 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബീറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എല്ലാ ഭാഗത്തുനിന്നും ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് എല്ലാ ഭാഗത്തുനിന്നും ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നല്ലതുപോലെ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വളരെ സാവധാനത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ
നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസ് മാറ്റിയതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് വേണം കേക്ക് ബാറ്ററിലോട്ട് ചേർക്കാനായിട്ട്. നമുക്ക് വേണ്ടത് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. മറ്റുള്ള കേക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്ലം കേക്കിൻ്റെ ബാറ്റർ കുറച്ചുകൂടി തിക്കായിട്ടുള്ളതാണ്. ഇനി ഇത് ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടർ പേപ്പർ നിർബന്ധമായിട്ടും വെക്കണം. മറ്റുള്ള കേക്കിനെ അപേക്ഷിച്ച് പ്ലം കേക്കിന് കുറച്ചധികം കുക്കിംഗ് ടൈം ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ബട്ടർ പേപ്പർ വെക്കണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനായി ഈ പാത്രം ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിനു മുൻപ് ഈ പാത്രത്തിൻ്റെ അടിയിലോട്ട് കുറച്ച് ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പഴയ പാത്രമോ എന്തെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി പാത്രം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറോളം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ കേക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.